ഓസ്ട്രേലിയയിൽ ക്യൂൻസ്ലൻഡ് എന്ന സ്റ്റേറ്റിൻ്റെ അണ്ടർ വരുന്ന സിറ്റിയാണ്. ദിസ് ഈസ് മൈ 3rd ടൈം ഗോയിങ് ദർ. ഞാനും ആണ് ഇപ്രാവശ്യം പോകുന്നത്. ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഐലൻഡിലേക്കാണ്. ബട്ട് ഇന്ന് ഞങ്ങൾ ടൗൺസ്വില്ലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. മാഗ്നറ്റിക് ഐലൻഡിലേക്ക് ടൗൺസ്വില്ലിൽ നിന്ന് ഫെറിക്ക് വേണം നമുക്ക് പോകാനായിട്ട്. അത് നാളത്തേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ടൗൺസ്വില്ലിൽ നിന്നിട്ട് നാളെ ഒരു ഉച്ചയോടെ മാഗ്നറ്റിക് ഐലൻഡിലേക്ക് പോകാനായിട്ടാണ്. ക്യൂൻസ്ലൻഡിൽ നോർത്തിലേക്കുള്ള റീജിയൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് മോസ്റ്റ്ലി 2 lanes ആണ്, നമ്മുടെ നാട്ടിലത്തെ പോലെ. ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ എൻ്റെ എക്സ്പ്രഷൻ ഒന്ന് മാറുന്ന കാണാം. അത് ജീവനും മരണവും ഒരുമിച്ച് മുമ്പ് കണ്ടിട്ടുള്ളൊരു എക്സ്പ്രഷനായിരുന്നു അത്. ഈ വെക്കുന്ന കുട്ടിക്ക് ഒരു ഓവർടേക്ക് ചെയ്തതാണ് നമ്മൾ ആ കണ്ടത്. ഇവിടെ നാട്ടിലത്തെ പോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് ലൈനിൽ കയറി വെൻ ഇറ്റ് ഈസ് സേഫ് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓവർടേക്കിംഗ് ലെയിൻസ് ഉണ്ട് താനും. പക്ഷേ ഇത്ര ലോങ് പോകുമ്പം നമുക്ക് വെൻ ഇറ്റ് ഈസ് സേഫ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാം. അങ്ങനെ ഓവർടേക്ക് ചെയ്തതായിരുന്നു നിങ്ങളിപ്പോൾ കണ്ടത്. വീട്ടുകാർ ചെയ്ത ഭാഗ്യമോ ഞങ്ങൾ ചെയ്ത ഭാഗ്യമോ? എനിവേ ദാറ്റ് വാസ് എ നാരോ എസ്കേപ്പ് ആൻഡ് വി വർ സേഫ്. ബൈ ദ വേ ഷീ ഈസ് എ വെരി ഗുഡ് ഡ്രൈവർ. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്നത് മക്കായിലാണ്. മക്കായിൽ നിന്നൊരു 4 മണിക്കൂറാണ് ടൗൺസ്വില്ലിലേക്കുള്ളത്. ഈ റിവറിൻ്റെ പേര് ബേർഡക്കൻ റിവർ ആൻഡ് ഈ ബ്രിഡ്ജിൻ്റെ പേര് ബേർഡക്കൻ ബ്രിഡ്ജ് എന്നാണ്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്നുള്ള വ്യൂ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണാനായിട്ട്. ഈ വീഡിയോയിൽ എന്തോരം ഭംഗി നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലൊരു വ്യൂ ആയിരുന്നു നമുക്ക് കിട്ടിയത്. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കുറച്ച് ദൂരം കൺട്രി സൈഡിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ റോസ് ഹൈവേയിലേക്ക് തിരിച്ചു കയറും. ഓസ്ട്രേലിയയിൽ ക്യൂൻസ്ലൻഡ് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കൾട്ടിവേഷനാണ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ. ഓസ്ട്രേലിയയിലേക്കുള്ള ഒരു 95% ഓഫ് ഷുഗറും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്യൂൻസ്ലൻഡിൽ തന്നെയാണ്. അതേപോലെ ഓസ്ട്രേലിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 80% ഓഫ് റോ ഷുഗറും ഇവിടുന്ന് മറ്റ് കൺട്രീസിലേക്ക് ഇവർ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ക്യൂൻസ്ലൻഡിലെ വാം ആൻഡ് ട്രോപ്പിക്കൽ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ഇങ്ങനത്തെ കൾട്ടിവേഷന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. ഞങ്ങളൊരു 5:30 ആയപ്പോഴത്തേക്കും ടൗൺസിലെത്തി നേരെ പോയത് ഞങ്ങളുടെ റൂമിലേക്കാണ്. കാരണം ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയിരുന്നു. സോ അവർ കീ പുറത്ത് വെക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. സോ ആദ്യമേ പോയി റൂം സോർട്ട് ചെയ്തിട്ട് പിന്നീട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് ആദ്യമേ പോയത് ഞങ്ങൾ റൂമിലേക്കാണ്. ഇതായിരുന്നു ഞങ്ങളുടെ റിസോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയ. സീ ഹെവൻ റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. വണ്ടി പാർക്ക് ചെയ്ത് പിന്നീട് ഞങ്ങൾ നേരെ റിസോർട്ടിൽ അവർ കീ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുക ചെയ്തത്. അവരുടെ റിസപ്ഷനോട് ചേർന്ന് തന്നെ അവർ കീ കെപ്റ്റ് ചെയ്തിരുന്നു ഒരു ലോക്കറിൻ്റെ ഉള്ളിൽ. അതിൻ്റെ പാസ്വേഡൊക്കെ അവർ ഓൾറെഡി നമുക്ക് മെയിൽ ചെയ്തിരുന്നു. സോ ദിസ് വാസ് അവർ റൂം. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയതൊരു ഫാമിലി റൂമായിരുന്നു. കാരണം ലാസ്റ്റ് മിനിറ്റിൽ അവിടെ വിളിച്ചുകൊണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഒരു ഫാമിലി റൂമും പിന്നെ വേറൊരു റൂം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചൂസ് ചെയ്തത് ഫാമിലി റൂമായിരുന്നു. റൂമൊക്കെ സോർട്ട് ചെയ്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയത് ടൗൺസ്വില്ലിലുള്ള കാസ്റ്റൽ ഹിൽ ലുക്ക് ഔട്ടിലേക്കാണ്. നല്ല അടിപൊളിയൊരു സൺസെറ്റ് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ പറ്റി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ വ്യൂവും നല്ല കാറ്റും അതൊരു പെർഫെക്റ്റ് കോംബോ തന്നെയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇരുട്ടായി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. ആ സൺസെറ്റ് വ്യൂ കണ്ടിറങ്ങി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് നല്ല അടിപൊളി ഒരു നൈറ്റ് വ്യൂ കിട്ടിയത്. ഈ വീഡിയോയിൽ അത് എന്തോരം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഈ ടൈമിൽ തന്നെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ഒരു വ്യൂ ഞങ്ങൾ കണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. സൺസെറ്റൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടും വിശക്കാൻ തുടങ്ങിയായിരുന്നു. സോ വി വെന്റ് ടു നാൻഡോസ്. അവിടുത്തെ ആംബിയൻസ് വളരെ ഭംഗിയുണ്ടായിരുന്നു. ദിസ് പൈപ്പ് റിമൈൻഡഡ് മീ ഓഫ് നമ്മുടെ നാട്ടിലിങ്ങനെ പൈപ്പൊക്കെ ഇല്ലേ, എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പണ്ട് ഇങ്ങനത്തെ പൈപ്പ്. സോ ഇറ്റ് റിമൈൻഡഡ് മീ ഓഫ് ദാറ്റ്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഹോൾ പെരിപ്പറി ചിക്കനും ഒരു ലാർജ് പെരിപ്പറി ചിപ്സും ദെൻ റോസ്റ്റഡ് ബ്രോക്കോളി വിത്ത് പെറി ക്രാക്കർ. ഇത്രയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് 9 മണി ആയിരുന്നു രാത്രിയിൽ. ആൻഡ് വി വർ ഓൾറെഡി സോ ടയേർഡ്. സോ ഞങ്ങൾ നേരെ മുറിയിലേക്കാണ് പോയത്. മുറിയിൽ പോയി ഫ്രഷനപ്പായി. പിന്നെ നാളെ രാവിലെ എന്തായാലും നേരത്തെ എണീക്കണം.
So we just straight went to our room. We both were so tired, so ഫ്രഷനപ്പ് ആയി കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ രണ്ടുപേരും പോയി കിടന്നുറങ്ങി. റൂമിന് വെളിയിലുള്ള വ്യൂ ഇതായിരുന്നു. നമ്മളിപ്പോൾ രാവിലെ എണീറ്റു. ഇപ്പോൾ ഞാനും ആളും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം. നമ്മുടെ ഈ കോട്ടേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഈ ഹോട്ടലിൽ. സോ രണ്ടുപേരും എഴുന്നേക്കാനായിട്ട് രാവിലെ 7 മണി തൊട്ട് അലാം വെച്ചേക്കുമായിരുന്നു. പക്ഷേ രണ്ടുപേരെ സ്നൂസ് ചെയ്ത് അവസാനം എഴുന്നേറ്റത് ഒരു 8 മണി ആയപ്പോഴത്തേക്കുമാണ്. സോ ദിസ് വാസ് അവർ റെസ്റ്റോറൻറ്റ്. ഈ റിസോർട്ടിൻ്റെ പൂൾ സൈഡിൽ തന്നെ ആയിരുന്നു റെസ്റ്റോറൻറ്റും. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ രാവിലത്തെ മോർണിംഗ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നമുക്കുണ്ടായിരുന്നത് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതെന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാട്ടോ ഇത്. അതിൻ്റെ അത് ടോസ്റ്റ്, ജാം, ഫ്രൂട്ട്സ് അങ്ങനെ ചെറിയ ഐറ്റംസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ബേക്ക്ഡ് ഐറ്റംസ്, മഫിൻസ് അങ്ങനെ അതും ഇൻക്ലൂഡഡ് ആണ് ഇതിൻ്റെ അകത്ത്. പിന്നെ അതല്ലാണ്ട് നമുക്ക് സീരിയൽസ് ഉണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടായിരുന്നു, കോഫി ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. This is what we had. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞപ്പം പൂൾ സൈഡിലേക്ക് വെറുതെ ഞങ്ങളൊന്ന് പോയി ചുമ്മാ ഒന്ന് കാണാനായിട്ട്. ഈ വാട്ടർ ഫൗണ്ടൈൻ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞങ്ങൾക്ക് 10 മണിക്കായിരുന്നു ചെക്ക് ഔട്ട്. സോ ഞങ്ങൾ വേഗം മുറി ചെന്ന് ഡ്രസ്സൊക്കെ മാറി റെഡിയായി. Let's go. ബീയിങ് എ വ്ളോഗർ വി ഹാവ് സോ മെനി അഡ്വാൻറ്റേജസ് എന്ന് ഞാൻ മനസ്സിലാക്കി തന്നായിരുന്നു. നമുക്കിങ്ങനെ ക്യാമറയും തൂക്കി നടന്നാൽ മതിയല്ലോ, ജോലി എടുക്കാൻ ബാക്കി ആൾക്കാരുണ്ടല്ലോ. നമ്മളിപ്പോൾ റൂമിൽ ചെക്ക് ഔട്ട് ചെയ്തിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ക്രീക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ എത്തുമെന്ന് അറിയത്തില്ല. നമുക്ക് 1 മണിക്കാണ് ഫെറി. ഇതിപ്പോൾ സമയം 10:15. സോ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ആകാശത്തിലെ മേഘങ്ങൾ കാണാൻ നല്ല ഭംഗിയില്ലേ. ഞങ്ങൾ ക്രിസ്റ്റൽ ക്രീക്കിലേക്കായിരുന്നു പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഓൺ ദ വേ ആണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ റോഡ് അവർ ബ്ലോക്ക് ചെയ്തേക്കുവാന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ റീറൂട്ട് അടിച്ച് വേറെ വഴി ഗൂഗിൾ മാപ്പ് കാണിച്ചു. സോ വി വെൻറ്റ് അലോങ് വിത്ത് ദാറ്റ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ബ്ലോക്കായിരുന്നു. സോ ഫൈനലി വി ജസ്റ്റ് ഫൗണ്ട് ഔട്ട് എ പോർഷൻ ഓഫ് ദാറ്റ് ക്രീക്ക്. പിന്നീട് അവിടെ വണ്ടി നിർത്തി ജസ്റ്റ് കുറച്ച് വീഡിയോസ് എടുത്തു. വന്ന കാര്യം എന്തായാലും നടന്നില്ല. പക്ഷേ എന്തായാലും കുറച്ച് ഷോർട്സ് എടുത്തിട്ട് നേരെ ഞങ്ങൾ കത്തിച്ചു വിട്ടു. കാരണം മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം മിസ്സാകാൻ പാടില്ലാത്തതുകൊണ്ട്. കറക്റ്റ് സമയത്ത് നമുക്ക് ചെല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫെറി മിസ്സാകും. പിന്നീട് നമുക്ക് എന്തായാലും മാഗ്നറ്റിക് ഐലൻഡിൽ പോകാൻ പറ്റത്തില്ല. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ ഫെറിയുടെ അവിടെ എത്താൻ പറ്റി. വേഗം ചെന്ന് ടിക്കറ്റ് കൺഫേം ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു.